ആസാമിലെ മാനസ് ദേശീയോദ്യാനത്തിൽ വിനോദസഞ്ചാരികൾ വലിയൊരു അപകടത്തെ മുഖാമുഖം കണ്ടു. കാഴ്ചകൾ കണ്ടങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാണ്ടാമൃഗം അടുത്തെത്തുകയാണ്. പിന്നെ ശ്വാസം അടക്കി പിടിച്ച് മുൾമുനയിൽ നിന്ന നിമിഷങ്ങൾ. എന്താണ് സംഭവിച്ചത്? നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇന്ദുലേഖ രേണു ചേരുന്നുണ്ട് തത്സമയം. ഇന്ദു, ശരിക്കും പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ. നമ്മുടെ നാട്ടിൽ ഈ അരിക്കൊമ്പനും ചക്കക്കൊമ്പനൊക്കെ KSRTCയുടെ മുമ്പിലൊക്കെ വന്നിങ്ങനെ പേടിപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് വലിയ പേടിയും തോന്നാറുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഒരു കാണ്ടാമൃഗമാണ് എത്തിയിരിക്കുന്നത്. യാത്രക്കാർ സുരക്ഷിതമായി പോയി എന്നാണ് കരുതുന്നത് കേട്ടോ. എന്താണ് അവിടെ സംഭവിച്ചത്? ഹിമ, ഇത് അസമിലെ മാനസ് ദേശീയോദ്യാനത്തിലെ സൽബാരി റേഞ്ചിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. ശരിക്കും നമുക്കിത് കൗതുകമുണർത്തുന്ന വാർത്തയൊന്നുമല്ല, അത്യാവശ്യം നന്നായി ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു ഭീതി പടർത്തുന്ന ഒരു വാർത്തയെന്ന് തന്നെ നമുക്ക് പറയാമല്ലേ. കാരണം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ഒരു വാഹനത്തിന് നേരെ പാഞ്ഞെടുത്ത ഒരു കാണ്ടാമൃഗത്തിൻ്റെ കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അവരവരുടെ വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നല്ല കുറച്ച് നിമിഷങ്ങൾ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ വേണ്ടി പോയതാണ് അവിടേക്ക്. പക്ഷേ അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ജീപ്പിന് നേരെ ഒരു കാണ്ടാമൃഗം ഇങ്ങനെ വേഗത്തിൽ പാഞ്ഞെടുക്കുകയും നമുക്ക് കാണാൻ സാധിക്കും പല തവണ ആ ജീപ്പ് അത് കുത്തി മറിച്ചിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഭാഗ്യത്തിന് വിനോദസഞ്ചാരികളെല്ലാം സേഫാണ്. ആർക്കും യാതൊരു വിധത്തിലുള്ള പരിക്കുകളും സംഭവിച്ചിട്ടില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരുപാട് ജീപ്പുകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കും അതിൽ 2 യുവാക്കൾ ഭയപ്പെടുത്തി ഈ കാണ്ടാമൃഗത്തെ ഓടിക്കുന്നത് വരെ അത് ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ദേശീയോദ്യാനത്തിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അതിൻ്റെ അധികൃതർ പറയുന്നത് അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടു, അല്ലെങ്കിൽ അവരെ ഇത് അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവരുടെ ഭാഗത്തു നിന്നും പരമാവധി ശ്രമിക്കും അല്ലെങ്കിൽ ശ്രദ്ധിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എത്രയൊക്കെ പറഞ്ഞാലും അവിടെ കാഴ്ച കാണാൻ എത്തിയ ആളുകളുടെ വിലപ്പെട്ട ജീവനെയാണ് ഇത് ബാധിക്കുന്നത്, അല്ലെങ്കിൽ അവരെ അപകടപ്പെടുത്താൻ ഇത്തരം സാഹചര്യങ്ങൾക്ക് സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അസമിലെ ദേശീയോദ്യാനങ്ങളിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനു മുൻപ് ജനുവരിയിൽ ഇതുപോലെ തന്നെ ഒരു അമ്മയും മകളും സഞ്ചരിച്ചിരുന്ന ഒരു വാഹനത്തിന് മുന്നിലേക്ക് ഇതുപോലൊരു ദേശീയോദ്യാനത്തിൽ ഒരു വന്യമൃഗം പാഞ്ഞെടുക്കുകയും ആ വാഹനം മറിഞ്ഞ് അവർ താഴെ വീഴുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അന്നും അതുപോലത്തെ വീഡിയോ വൈറലായതായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് അന്നും അവർക്ക് പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. അവർ സുരക്ഷിതമായി തന്നെ രക്ഷപ്പെട്ടു. അപ്പം ഇതും അതുപോലെ തന്നെ അവരുടെ ഭാഗ്യം കൊണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പരിക്കുകൾ ഏതുമില്ലാതെ അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. എത്രയൊക്കെ ആയാലും ഒരു വലിയ ശ്രദ്ധ അല്ലെങ്കിൽ ഒരു ജാഗ്രത അവിടെ പുലർത്തേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഹിമ, അതെ, തീർച്ചയായും. നമ്മൾ ഈ ചില അപകടങ്ങളൊക്കെ കണ്ണിനും പുരികത്തിനും ഇടയിൽ തട്ടിപ്പോയി എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു ദൃശ്യമാണത്. ഈ കാട്ടിലൂടെയുള്ള യാത്രയും അത് ആസ്വദിക്കുന്നതൊക്കെ പലരുടെയും വലിയൊരു സ്വപ്നവും സന്തോഷവും ഒക്കെയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടി അതിനിടയിൽ പതിയിരിക്കുന്നുണ്ട്. അതുകൂടി ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക.